ഇന്ന് നമ്മൾ അകാല നരയൊക്കെ തടയാൻ വേണ്ടി നേരത്തെ തന്നെ ഹെന്ന പോലെ നമുക്ക് മിക്സ് ചെയ്യുന്ന ഒരു കൂട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ഒരു പാത്രം എടുക്കണം. ഇത് നമ്മൾ അന്ന് ഹെന്ന ഇട്ടതിന് ശേഷം എടുത്തു വെച്ച പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം അലോവേര ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ജെല്ലെടുക്കണം. അതല്ല അലോവേര ഇതുപോലെ ഒറിജിനൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് 1 സ്പൂണോളം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിതാ ഇത്രയും വന്നൊരു കഷ്ണം ഇതുപോലെ ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഞ്ഞിവെള്ളമാണ്, നല്ല തണുത്ത തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം മിക്കവാറും ഞാൻ ഇതുപോലെ എടുത്ത് വയ്ക്കാറുണ്ട്, കുറച്ചെങ്കിലും. അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഹെന്ന പൗഡറാണ്, മൈലാഞ്ചി പൊടിയാണ്. ഇത് നൂപുറിൻ്റെ മൈലാഞ്ചി പൊടി ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് 1 സ്പൂൺ എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ 1 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചായിട്ട് ഇതുപോലെ കുറച്ചധികം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. അതും ഇതുപോലെ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജ് കുട്ടികൾക്കും പ്രായഭേദമന്യേ ഇപ്പോൾ പെട്ടെന്ന് നര വരുന്നുണ്ട്. ആ നര കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വളരെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ അകാല നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ പെട്ടെന്ന് തന്നെ നര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കുറച്ച് ഒരു 10-12 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മക്കൾക്കും തേച്ച് കൊടുക്കാൻ തുടങ്ങി. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾക്ക് ഹെന്ന എന്ന് പറയാൻ പറ്റില്ല. നമ്മളിത് ഇതുപോലെ 1/2 ഗ്ലാസ്സാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെല്ലിക്ക സ്ക്രാപ്പ് ചെയ്തിട്ട് നെല്ലിക്കയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 സ്പൂണും കൂടെ മൈലാഞ്ചി പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈലാഞ്ചി ഇലയാണ്, നമ്മൾ നാട്ടിലൊക്കെ ഇലയാണ് കൂടുതലുണ്ടാവുക. അങ്ങനെയുള്ളൊരു മൈലാഞ്ചി നന്നായിട്ട് അരച്ചിട്ട് തുണിയിലിട്ട് അരിച്ചെടുത്താലും ഈ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. അതിൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് കറുത്ത് വരും. നമുക്കിത് രാത്രി മുഴുവനൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. എന്നിവിടെ കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട്, എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളർ മാറ്റം കാണിച്ചു തരാം. അപ്പോൾ അതാ നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ നല്ല കറുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഹെന്ന ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്, 2 തവണ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാനൊക്കെ എപ്പോഴും ഇടാറുണ്ട് ഹെന്നയുടെ മിക്സൊക്കെ. അപ്പോൾ അങ്ങനെ 15 ദിവസത്തിലൊക്കെ ഹെന്ന ഇടുന്നവർക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്കിത് തലയിലിടാം കേട്ടോ. ഇത് മക്കൾക്കെന്ന് മാത്രമല്ല വലിയവർക്ക് ഇടാം. ഞാനിത് ഇടാറുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് മാത്രമാണ് വെച്ചത് കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു 10 ദിവസത്തിലൊരിക്കൽ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ഒന്നും ഇതുപോലെ മുടിയുടെ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സമയത്തിന് കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അതാ മുടി കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം എണ്ണ ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നര വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലെയുള്ള ഹെന്ന പോലെ മിക്സൊക്കെ തേക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് കണ്ടോ, അത് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇരിക്കും തോറും നല്ലോണം കറുത്ത് വരും. അത് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടാത്ത ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല കേട്ടോ. തലയിലൊക്കെ ശരിക്കും റൂട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് പറ്റുന്ന വിധത്തിൽ തന്നെ നമ്മളിതിനെ തേച്ച് പിടിപ്പിക്കണം. അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. തലയ്ക്ക് നല്ല തണുപ്പാണ്, മുടി വളരാനും നല്ലതാണ്. ഇത് ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഹെന്ന ഇടുന്ന വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഇടയിലൊക്കെ നമുക്ക് ഹെന്ന ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മൾക്ക് ചായപ്പൊടിയൊന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തലയുടെ റൂട്ടിലൊക്കെ ശരിക്കും തേച്ച് കൊടുക്കണേ. എൻ്റെ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം പിന്നെ കുട്ടികളുടെ മുടിയൊക്കെയാണ് കേട്ടോ കൂടുതൽ ഞാൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ അവരും കൂടെ കെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെ നല്ലോണം നീട്ടി വളർത്താനൊന്നും അധികം പറ്റില്ല. സ്കൂളിലൊക്കെ പോകുമ്പോൾ 2 സൈഡ് കെട്ടിയിടേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചധികം വലുതായാലും അപ്പോൾ വെട്ടിക്കളയാറാണ് ചെയ്യാറ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടൊക്കെയുള്ള മുടിയാണ് 2 പേർക്കുള്ളത്. അപ്പോൾ കൂടുതലും മുടിയുടെ ഇതുപോലെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കാറില്ല കേട്ടോ. അവരിങ്ങനെ ഓരോ ടൈമിനായതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. നമുക്ക്
ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. നമ്മൾ ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സൗണ്ട് എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണതാണ് സൗണ്ടിന്. നമുക്കിത് വോയിസ് തരാൻ സൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ അത് നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞൊരു സമയം ഈ ഒരു സമയമൊക്കെ വെച്ചാൽ മതി. കാരണം ഇല്ലെങ്കിൽ ജലദോഷമൊക്കെ പിടിക്കുക. ഇനി ഇത് ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. മുടി ഇതിപ്പോൾ ഞാൻ അന്ന് രാത്രി ഇതിങ്ങനെ തേച്ച് കഴുകിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ഓർത്തത് ഈ ലാസ്റ്റ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അന്നത്തെ ദിവസം നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.